അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സ്റ്റേജിലും സദസ്സിലുമുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ വിഭാഗത്തിൻ്റെയും മേൽനോട്ടക്കാരും കാര്യദർശികളുമായ സഹപ്രവർത്തകന്മാരെ, ഈ മാധ്യമ സെമിനാറിന് കാതോർക്കാൻ വേണ്ടി വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഞ്ചാമത് പ്രൊഫൈസിൻ്റെ ഈ തുടക്കത്തിൽ, ഈ നല്ല സായാഹ്നത്തിൽ നമ്മളെല്ലാം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാരകമായ സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാരകം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് താങ്ങും തണലും സമാധാനവും പിന്തുണയും എല്ലാം ആയിരുന്ന മാധ്യമ മേഖല ഇന്ന് കിടക്കപ്പുറതിയും ഇരിക്കപ്പുറതിയുമില്ലാത്ത വിധത്തിൽ സമൂഹത്തിൽ വർഗീയ വിദ്വേഷങ്ങളടക്കം കുടുംബത്തകർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിലേക്ക് അതിൻ്റെ കണ്ടൻറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥം. മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ്. ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ ചരിത്രമോ ഗതകാല നാടിമിടിപ്പുകളോ അറിയുന്നില്ലെങ്കിൽ അവിടുത്തെ പത്രങ്ങളോ അവിടെയുള്ള വാർത്താ മീഡിയകൾ എന്തായിരുന്നാലും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക നിലപാട്, രാഷ്ട്രീയമായ വീക്ഷണം, സാമൂഹ്യമായ നിലപാടൊക്കെ മനസ്സിലാക്കാൻ കേവലം ഒരു പത്രം മാത്രം എടുത്തു നോക്കിയാൽ മതിയാവുന്ന വിധത്തിൽ മാധ്യമം സമൂഹത്തിൻ്റെ നാടിമിടിപ്പായിട്ടാണ് അതിൻ്റെ തുടക്കം മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. സത്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ, നന്മകൾ പ്രചരിപ്പിക്കാൻ, അശരണരായ മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പുന്ന കാരുണ്യപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, ദുർബലരായ മനുഷ്യൻ്റെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് മാനവികതയുടെ അഭിമാനം സംരക്ഷിക്കാൻ, സമൂഹത്തിൽ ഛിദ്രത വരുമ്പോൾ ഐക്യം തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ മാധ്യമങ്ങൾ നേതൃത്വം നൽകിയിരുന്നു എന്നത് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമായി മാറുകയാണ്. ഇന്ന് വിപരീതമായ നിലയിലേക്കാണ് മാധ്യമങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അനുഭവം നമുക്ക് നേരിട്ട് ബോധ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ തന്നെ മാധ്യമങ്ങളുടെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള പല സേവനങ്ങളും എടുത്തു നോക്കിയാൽ സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും കണ്ണുനീര് വരുന്ന ഒരുപാട് സേവനങ്ങൾ മാധ്യമങ്ങൾ വഴി കേരള സമൂഹം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ, ഈ അടുത്ത് വയനാട് ദുരിതമുണ്ടായപ്പോഴൊക്കെ എല്ലാം മറന്ന് മനുഷ്യരെ
മനുഷ്യരായി കാണാനും ജാതി വർഗ മത വ്യത്യാസങ്ങൾക്കതീതമായി മാനവികതയെ ഒന്നായി കാണാൻ മാധ്യമങ്ങൾ വഹിച്ച സേവനം ചെറിയതൊന്നുമല്ല എന്ന് നമുക്കറിയാം. അത് ചരിത്രത്തിലും അതുപോലെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. 1984 ഭോപ്പാൽ ദുരന്തമുണ്ടായതിൻ്റെ ശേഷമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയുള്ള വലിയ ഒരു ശ്രദ്ധ ലോകത്ത് തന്നെ ലോകശ്രദ്ധ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് നയിക്കാനും ഓരോ രാജ്യത്തിൻ്റെയും നിയമനിർമ്മാണ സഭകളെ മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്ത് നിയമങ്ങളുണ്ടാക്കി കൃത്യമായ പരിസ്ഥിതി സംരക്ഷണ സംവിധാനമുണ്ടാക്കാനും മാധ്യമങ്ങളാണ് ഒരു പരിധിവരെ നേതൃത്വം നൽകിയത് എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ സേവനം എത്ര മാധ്യമങ്ങൾ പഴകിപ്പൊളിച്ചാലും ആ സേവനങ്ങളൊക്കെ വലിയതാണ്. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, സതി പോലെയുള്ള അന്ധവിശ്വാസങ്ങളെ വിഭാടനം ചെയ്യാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പുരാതന മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. വാട്ടർ ഗേറ്റ് എന്ന സംഭവത്തിൻ്റെ തുടർന്ന് മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടലുകൾ മുഖേന ഒരു മഹാരാജ്യത്തിൻ്റെ ലോകത്തിന് നിയന്ത്രണമേറ്റെടുത്ത അമേരിക്കയുടെ പ്രസിഡന്റ് പോലും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതൊക്കെ മാധ്യമങ്ങളുടെ സേവനമായി തന്നെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെയാണെങ്കിലും ഇക്കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളോളം ആയി മാധ്യമങ്ങൾ വളരെ വിപരീതമായ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപയോഗം 1 വയസ്സും 1.5 വയസ്സുമായ കുട്ടിക്ക് കഞ്ഞി കോരി കൊടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണം എന്നിടത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വൈഫിനേക്കാളും വൈഫൈക്ക് പ്രാധാന്യം നൽകുന്ന കുടുംബജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകളും ദുരന്തങ്ങളും മാധ്യമങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമികമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാധ്യമങ്ങൾ കൂടാതെ കഴിയില്ല. നമുക്കൊരു വഴി കാണണമെങ്കിൽ, സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ, മരിച്ച വീടറിയണമെങ്കിൽ, കല്യാണത്തിന് പോകണമെങ്കിൽ, യാത്ര പോകണമെങ്കിൽ മുതൽ നമുക്കൊരു നല്ല ചികിത്സ കിട്ടണമെങ്കിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൻ്റെ പൂർത്തീകരണവും മറ്റും കിട്ടണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് കുതറി മാറി ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് വേണ്ടത്? ഈ മാധ്യമ ചുഴിയിൽ പെടാതെ സത്യത്തെ നിലനിർത്താനുള്ള ശക്തിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഭരിക്കേണ്ടത്. ഇസ്ലാം അതിൻ്റെ ആ പ്രബോധന പ്രവർത്തനങ്ങൾ തന്നെ ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കമായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കർണകിയായി കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് സന്ദേശമെത്തിക്കുന്ന പ്രവർത്തനമാണ് പ്രവാചകന്മാർ ചെയ്തത്. സത്യസന്ധമായി എത്തിക്കാനും ആ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വായിച്ച് പഠിച്ച് യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ രംഗത്തിറങ്ങാൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇഖ്റ എന്ന സന്ദേശത്തിൽ കൂടി മനുഷ്യനെ പഠിപ്പിച്ചത്. വായിച്ച് പഠിക്കുക, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക. കേവലം ഓതി ചൊല്ലുന്നതിന് മാത്രമല്ല, യാഥാർത്ഥ്യങ്ങൾ കണ്ടെടുത്തി പെറുക്കിയെടുത്ത് വായിച്ച് പഠിച്ച് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇവിടെയില്ലാത്ത നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ അവസാനത്തെ ഹജ്ജിൽ പറഞ്ഞപ്പോൾ നേരിട്ട് അറഫായിൽ നിന്ന് ആ പ്രസംഗവും കേട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളും കഴിഞ്ഞ് ഭൂഖണ്ഡങ്ങൾ താണ്ടി ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ സഹാബിമാർ യാത്ര പുറപ്പെട്ടു എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രം. ബല്ലിഗു അന്നി ഒലു ആയ, നിങ്ങളൊരു വചനമാണ് ദൈവികമായ സന്ദേശങ്ങൾ കേട്ടതെങ്കിൽ ആ ഒരു വചനമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂവെങ്കിലും അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇതിൻ്റെ അർത്ഥം ഒരു സന്ദേശം, മനുഷ്യന് ഗുണകരമായ സന്ദേശങ്ങൾ അന്നത്തെ ആ കാലഘട്ടത്തിനനുസൃതമായ ഒരു കൺവേ, ഒരു എത്തിച്ചു കൊടുക്കൽ, തബ്ലീഗ്, ബലാഗ്, ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, പ്രവാചകനോട് എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ താക്കീത് നൽകുക, അപകടം മുന്നിലുണ്ട്, മനുഷ്യ സമൂഹം തകർച്ചയിലേക്കാണ്, അവരെ വളർത്തിക്കൊണ്ടുവരാൻ നീ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എഴുന്നേറ്റിരിക്കണമെന്ന് പറഞ്ഞ് സന്ദേശങ്ങളെയും സത്യങ്ങളെയും പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ആരംഭിച്ചത്. ആ പ്രക്രിയ അല്ലെങ്കിൽ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുമ്പിൽ കളങ്കമുണ്ടാകരുത്, ഫേക്ക് ന്യൂസുകൾ ഉണ്ടാവരുത്, സത്യസന്ധമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് അന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ്റെ കൂടെ അനുഗമിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നിരപരാധിയായ ആ കൊച്ചു പെൺകുട്ടി എന്തോ കാരണവശാൽ സൈന്യത്തിൻ്റെ കൂടെ പോരാൻ പറ്റാതെ അവർ മറ്റൊരു മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴേക്ക് സൈന്യം ആ പ്രദേശത്ത് നിന്ന് വിട്ടു. രാത്രിയാണ്, അവരവിടെ കിടന്നു, എന്തെങ്കിലും ഒരു രക്ഷ കിട്ടുമെന്ന് കരുതി. അങ്ങനെ പ്രവാചകൻ്റെ സൈന്യത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടത് ഉണ്ടോ എന്ന് നോക്കാൻ പ്രവാചകൻ നിയോഗിച്ച സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയിഷ എന്ന പ്രവാചക പത്നി, ചെറിയ നിരപരാധിയായ പെൺകുട്ടി അവിടെ ഇരുട്ടത്ത് ഇരിക്കുന്നത് കണ്ടു. അവരോടൊന്നും മിണ്ടാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഒട്ടകത്തിൻ്റെ കട്ടിലിൽ കയറ്റി നബിയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ഒരു ന്യൂസ്, മുസ്ലിങ്ങൾക്കെതിരിൽ എന്ത് തിന്മയും പ്രചരിപ്പിക്കാൻ തക്കം പാർത്ത് നടന്നിരുന്ന ആ കപടവിശ്വാസികൾ ഒരു ന്യൂസ് പ്രചരിപ്പിച്ചു. സഫ്വാൻ എന്ന വിശുദ്ധനായ സഹാബിയുടെയും വിശുദ്ധയായ ആയിഷ റളിയല്ലാഹു അൻഹയും പേരിൽ. ആ ന്യൂസ് മുനാഫിക്കുകൾ മാത്രമല്ല ഏറ്റെടുത്തത്, വിശുദ്ധരായ സഹാബിമാർ പോലും അത് ഏറ്റെടുത്തു എന്നതാണ്. അതെന്ന പ്രചരണത്തിൻ്റെ, വാർത്താ പ്രചരണത്തിൻ്റെ ശക്തി വലിയതാണ്. മലയാളികൾ പറയാറുണ്ടല്ലോ, 10 ആൾ പറഞ്ഞാൽ 10 ആഴം തിരിയും എന്ന്. വീട്ടിൽ ഉറപ്പിച്ച് നിർത്തിയ വലിയ മരപ്പത്താഴം പോലും 10 ആൾ പറഞ്ഞാൽ തിരിയുമെന്നൊരു മലയാള ചൊല്ലുണ്ട്. അതുപോലെ വിശ്വാസികളായ സഹാബിമാർ പോലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ വിശുദ്ധയായ ആയിഷ റളിയല്ലാഹുവിനെ പറ്റി പരാതി പറയുന്നിടത്തേക്ക് വരെ ഈ വാർത്ത, ഫേക്ക് ന്യൂസുകൾ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിച്ചു. ഒരു മാസക്കാലം സത്യമറിയാതെ പ്രവാചകൻ അങ്കലാപ്പിലായി, സഹാബികൾ അങ്കലാപ്പിലായി, ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നവർ പോലും പിന്തിരിയുന്ന അവസ്ഥയിലെത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വീട്ടിലേക്ക്, അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടോ ഈ ഫേക്ക് ന്യൂസിൽ ആകൃഷ്ടരാകുകയോ അല്ലെങ്കിൽ അതിൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്ത സഹാബിമാരായ പ്രവാചക പത്നിയുടെ അനുജത്തി ഹംന ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ ബദറിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം വരിച്ച മിസ്തഹ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാഇറുൻ നബി എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ അജിബുഹും വജിബ്രീലു മഅക് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിജിബ്രീൽ, അല്ലാഹുവേ ജിബ്രീലിനെ കൊണ്ട് ഹസ്സാൻ എന്ന കവിയുടെ നാവിന് ശക്തിപ്പെടുത്തണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ച അപൂർവമായ പ്രാർത്ഥനയ്ക്ക് ഭാഗ്യം ലഭിച്ച ഹസ്സാൻ പോലും
ഫേക്ക് ന്യൂസുകളിൽ പെട്ടുപോയി സഹോദരങ്ങളെ. നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ് ചരിത്രം. ഈ 3 പേർക്കും 80 അടി വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി ശിക്ഷ നൽകി. ഇതാണ് ന്യൂസിലെ തിന്മകൾക്കെതിരിൽ തിന്മകളെ കൊണ്ട് സമൂഹത്തിലുണ്ടായ നാശം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വിശ്വാസികളെ, ന്യൂസുകൾ എന്ത് വന്നാലും ശ്രദ്ധിക്കണം, പഠിക്കണം, എന്നിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഇത് ഇസ്ലാമിലും മുസ്ലിമീങ്ങൾക്കും മാത്രമുള്ള ഒരു കൽപ്പനയല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ സമാധാനത്തിനും രക്ഷയ്ക്കും ആവശ്യമായ ഒരു കൽപ്പനയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, പരലോകത്ത് വിശ്വാസമുണ്ടോ, നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യരുത്. ചെയ്യുന്നതാണെങ്കിലോ സത്യസന്ധമായിരിക്കണമെന്ന ഒരു വേർഷൻ ഇന്ന് നമുക്കതിൻ്റെ അർത്ഥമാക്കി മാറ്റാം. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ. കേട്ടതെല്ലാം പറയുക, കേട്ടതെല്ലാം റിപ്പോർട്ട് ചെയ്യുക എന്നത് മതി കള്ളമാകാനെന്ന് പ്രവാചകൻ താക്കീത് നൽകി. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യരുത്, പറയരുത്, ആരോടുമെന്നും സംസാരിക്കരുത്. അധിക ഊഹങ്ങളും അപകടമാണ് എന്ന് പറഞ്ഞു സഹോദരന്മാരെ. ഇതൊക്കെ ചരിത്രത്തിലുണ്ടായ സംഭവമാണ്. ഹിറ്റ്ലറുടെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. യഹൂദികൾ എന്നും സമൂഹത്തിന് നാശമായിരുന്നെങ്കിലും 60 ലക്ഷത്തോളം യഹൂദികളെ വകവരുത്താൻ മാത്രമുള്ള തെറ്റുകൾ ആ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നില്ല എന്നതാണ് ചരിത്രം. പക്ഷേ ഗീബൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിറ്റ്ലർ ചെയ്ത ആ ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഹോളോകോസ്റ്റ് ചരിത്ര വസ്തുതകളിൽ കൂടി അവിടെ ഉണ്ടായത്. അതിനേക്കാളും അത്ഭുതകരമായ ഒരു കാര്യം 1938 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. അമേരിക്കയിലെ ദ വാർ ഓഫ് ദ വേൾഡ് എന്ന ഒരു നോവൽ, അതിൻ്റെ ഉടമ ഓർസൺ വെല്ലസ് എന്ന ഒരു റേഡിയോ നാടകം സംവിധാനം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ ഒരു ലേഖനം, ഒരു നാടകം എഴുതി. അതിൻ്റെ തീം ഇതായിരുന്നു: ഈ ആകാശലോകത്ത് നിന്ന് അന്യഗ്രഹജീവികൾ നാട്ടിലേക്ക് വന്ന് അവരിവിടെ നാട്ടിൽ നാശമുണ്ടാക്കുന്നു എന്ന ഒരു നാടകം റേഡിയോവിൽ കൂടി കേട്ടപ്പോൾ അത് റേഡിയോവിൽ കൂടി കേട്ടുന്ന ഒരു ഫിക്ഷൻ മാത്രമാണ്, അതൊരു നോവൽ ഭാവന മാത്രമാണ് എന്നുപോലും ചിന്തിക്കാൻ കഴിയാതെ മനുഷ്യന്മാർ, ബുദ്ധിജീവികൾ, വിദ്യാസമ്പന്നർ പോലും പേടിച്ച് വിറച്ച് ഇറങ്ങി ഓടി അന്യഗ്രഹജീവികൾ നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടത്രേ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എത്രയോ പേർ മരിച്ചുപോയി എന്നതാ ചരിത്രം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നല്ല ന്യൂസുകളുടെയും ചീത്ത ന്യൂസുകളുടെയും ഗുണത്തിൻ്റെയും ദോഷത്തിൻ്റെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അലി റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി, വാഖിയത്തുൽ ജമൽ, ഒട്ടകയുദ്ധം. ആ ഒട്ടകയുദ്ധത്തിന് കാരണമായത് യഥാർത്ഥത്തിൽ ആരായിരുന്നു? അലി നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ ആരായിരുന്നു എന്നറിയാം. ഇസ്ലാമിൻ്റെ നെടും തൂണുകളായിരുന്ന വസാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് പറയുന്ന ആ വിഭാഗം തമ്മിൽ, 2 വിഭാഗം തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരാൻ മാത്രം ഫേക്ക് ന്യൂസുകളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. അത് അലിയുടെ ഒരു ഒത്താശയോടുകൂടിയാണെന്ന ന്യൂസ് ആയിഷ മക്കയിൽ ഹജ്ജ് കൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു തെറ്റായ ന്യൂസ് കിട്ടിയതാണ് ആ യുദ്ധത്തിന് കാരണമായത്. ഉഹദ് യുദ്ധത്തിൽ ആ അനുയായികൾ, സഹാബികൾ പിന്തിരിഞ്ഞോടാനുണ്ടായ കാരണം, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക സബൂൽ മൂബിക്കാത്തായിട്ട് പോലും പിന്തിരിഞ്ഞോടാനുണ്ടായ കാരണം, ഇന്നി ഖത്തൽത്തു മുഹമ്മദിനെ ഞങ്ങൾ കൊന്നു എന്ന് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ന്യൂസ് കള്ളമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സഹാബിമാരായിരുന്നു പിന്തിരിഞ്ഞോടിയത്. ലോകത്തെന്നും അന്നും ഇന്നും ഇപ്പോഴും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ തീവ്രവാദികളായ ഖവാരിജുകൾ ലോകത്തുണ്ടാക്കിയെടുത്തത് ഫേക്ക് ന്യൂസുകൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ, എന്ത് ന്യൂസ് കണ്ടാലും കയ്യിലിരിക്കുന്ന ഈ ഒരു കൈവിരൽ കൊണ്ട് നമ്മളതിനെ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തുക,
അത് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ, വിശ്വാസമുള്ള നന്മയുള്ള രാജ്യത്തിൻ്റെ നന്മയാഗ്രഹിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ആ ഫലം ജനങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മണ്ണിനോട് അല്പമെങ്കിലും കൂറുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തനങ്ങളും സത്യസന്ധമായ സുതാര്യമായ മനുഷ്യർക്കിടയിൽ ഐക്യവും സമാധാനവും നിർഭയത്വവും ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സെഷൻ്റെ നമുക്ക് അവരോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്. അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.